സാധാരണ ഇലക്ഷൻ കൌണ്ടിങ്ങിനൊക്കെയാണ് അങ്ങനെ കാണാറ്. ഇന്ന് രാവിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ബിജെപിയുടെ പ്രധാന നേതാക്കളൊക്കെയുണ്ട്. കേരളത്തിന് ചുമതലയുള്ള വിനോദ് താവടെ, അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മേയർ രാജേഷ്, ഡെപ്യൂട്ടി മേയർ വി മുരളീധരൻ, എസ് സുരേഷ് അടക്കം സാഫ്രൺ പാർട്ടിയുടെ മേജർ റാങ്ക് ആൻഡ് ഫയൽ. ബജറ്റ് അവതരണം വലിയ സ്ക്രീനിൽ തത്സമയം ചുമ്മാതം കാണൽ മാത്രമായിരുന്നില്ല. നാലാളെ അറിയിക്കാൻ കാലേക്കുട്ടി മാധ്യമങ്ങളെ വിളിച്ചറിയിച്ചായിരുന്നു കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കാൻ പോകുന്ന എന്തോ തെരവ്യങ്ങൾ ബ്ലൂ പ്രിന്റ് കാത്ത തത്സമയ നാടകം. 1.5 മണിക്കൂർ അവതരണം കഴിഞ്ഞപ്പോൾ ആഞ്ഞു തള്ളിയ ബ്ലൂ പ്രിന്റും ഇല്ല, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കീറക്കടലാസ് പോലും ഇല്ലാതെ രംഗം ശ്മശാനമുഖം. ആ കല്യാണത്തിന് വിളിച്ചിട്ട് ചാക്കാല അവസ്ഥയാണ്. രാവിലെ 10 മണി തൊട്ട് കാത്തിരിക്കുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പഠിച്ചിട്ട് പറയാം എന്ന് സ്കൂട്ടാവാൻ നോക്കിയതാണ് സംസ്ഥാന അധ്യക്ഷൻ. വട്ടം വളഞ്ഞ മൈക്കുകൾക്ക് മുന്നിൽ പറഞ്ഞതൊക്കെ എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. പരസ്പര വിരുദ്ധമാണ്, പരമദയനീയമാണ് വിദണ്ഡ വർത്താനങ്ങൾ. ഏതാനും മാസങ്ങൾക്ക് മാത്രം മുൻപാണ് എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ മട്ടിൽ കേന്ദ്രമന്ത്രിയുടെ ഉള്ളി തൊലിച്ച ഉൾവിളികൾ. ആലപ്പുഴ വേണോ, തൃശൂർ വേണോ, എയിംസ് അതോ തലസ്ഥാനത്ത് വേണോ, കാസർഗോഡ് കഴിഞ്ഞ് പൊള്ളാച്ചി വരെ എത്തിയതാണ്. ഈ കഴിഞ്ഞ 4-ാം നാളും കേട്ടതാണ്. എയിംസ് വരും മറ്റേ മോനെ എന്നൊരു പാർലമെന്റ് അംഗത്തിന്റെ അൺപാർലമെന്ററി ഡയലോഗ്. എയിംസ് ഒരു ചുക്കുവിൽ ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഗോപി സാറെ, ഷോ കാണിച്ച വഞ്ചനാവാക്ക്. ആരൊക്കെയോ പറഞ്ഞ് ഏണികേറ്റി കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ മുഖ്യമന്ത്രി ഓഫീസും തുറന്ന് ഷാഫിയോട് ഇട്ട നിലയിൽ പൊട്ടി അധികം പിന്നെ കേൾക്കാതിരുന്നതാണ്. പൊട്ടി വീണ പോലെ മെട്രോമാരുടെ വാർത്താ സമ്മേളനം, സർക്കാരുമായി ഏറ്റുമുട്ടിയെന്തോ അതിവേഗ റെയിൽ പ്രഖ്യാപനം, ആൾക്കാരോട് സംവാദം. നാളെ പൊന്നാനിലേതോ ഓഫീസിന് ബാലുകാച്ചാണ്. ഓഫീസ് അവിടെ കിടക്കട്ടെ, വേണ്ടിവരും. മുട്ട വിരിഞ്ഞു വരുന്ന ആമക്കുഞ്ഞുങ്ങൾക്ക് തൊട്ടില് കെട്ടാം, താരാട്ടുപാടി പാപ്പം കൊടുക്കാൻ സാറേ. രാജ്യത്തിന് പോലും നാട്ടക്കുറിയാണ്. വിഴിഞ്ഞത്തിനൊരു കൈസഹായം, തലസ്ഥാന മെട്രോ, ശബരി റെയിൽ, കീറിപ്പറഞ്ഞു പോയ മുണ്ടക്ക, എണ്ണിപ്പറഞ്ഞ് 29 ആവശ്യങ്ങൾ ഒന്നുപോലുമില്ലാതെ അധിക്ഷേപിക്കലാണ്. എറിഞ്ഞു തരുന്ന മട്ടിൽ ഏതോ ഇടനാഴി, ആമ, തേങ്ങ. പ്രിയപ്പെട്ട ധനമന്ത്രി, രാജ്യത്തിന്റെ മാപ്പിൽ ഏറ്റവും താഴെ ഒരു സംസ്ഥാനമുണ്ട്. ആമകളും ആനകളും മാത്രമല്ല, ഞങ്ങളും മനുഷ്യരാണ്. ഈ നാടിന്റെ ഭാഗധേയങ്ങളാണ്. എന്തോ ഉണ്ടെന്ന് വരുത്തി ഒരു ഇലക്ഷൻ മുഖത്ത് പോലും ആവശ്യങ്ങളെ ഇത്രമാത്രം പുറങ്കാലടിക്കാൻ, താറ്റി തിരസ്കരിക്കാൻ കാവിക്കാമ്പേ യൂണിയൻ സർക്കാരെ, കേരളത്തോട് എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും പാമ്പിന്റെ പക?